ജീവിതത്തിൽ ഒരു സമയത്തല്ലെങ്കിൽ വേറൊരു സമയത്ത് നാം എല്ലാം ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള പരിമിതികളെ അഭിമുഖീകരിക്കുന്നു. ആരും ഇതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നില്ല. ചിലർ തങ്ങളുടെ ജീവിതകാലം മുഴുവൻ പരിമിതികളോടുകൂടെ ജീവിക്കേണ്ടതായി വരുന്നു. ശാരീരികവും മാനസികവും വൈകാരികവുമായ വൈകല്യങ്ങളാൽ ഭാരപ്പെടുന്നവർ വളരെയാണ്. അതൊക്കെ ഓരോ പരിമിതി തന്നെയാണ്. ചിലർ കണ്ണിന് കാഴ്ചയില്ലാത്തവരാകും. എന്നാൽ ജീവിക്കുവാനുള്ള ഒരു പുതിയ മാർഗം കാണുവാൻ അവർക്ക് സാധിക്കും. ചിലർ ചെവിക്ക് കേൾവിയില്ലാത്തവരായിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ സുവിശേഷം അവർക്കും കേൾക്കാവുന്നതാണ്. ചിലർ മുടന്തരായിരിക്കും. എന്നാൽ അവർക്ക് ദൈവസ്നേഹത്തിൽ നടക്കാവുന്നതാണില്ലേ? ഇതിനു പുറമേ അവർക്കുള്ളൊരു വലിയ പ്രോത്സാഹനം എന്തെന്നാൽ ഈ പറയുന്ന വൈകല്യങ്ങൾ എല്ലാം താൽക്കാലികമാണ്. നിരാശയിൽ നീറി തകരാതെ പ്രത്യാശയോടെ മുന്നേറുവാൻ സാധിക്കും. കർത്താവ് വീണ്ടും വരുമ്പോൾ നമുക്കെല്ലാവർക്കും പുതിയ ശരീരം ലഭിക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ആ ശരീരം വൈകല്യങ്ങളില്ലാത്തതായിരിക്കും. ഒരിക്കലും മരിക്കാത്തതും രോഗം ബാധിക്കാത്തതുമായിരിക്കും. നമ്മുടെ കഷ്ടങ്ങളിൽ നമുക്ക് പ്രത്യാശ നൽകുന്നത് ഈ വസ്തുതയത്രേ. ഇതേക്കുറിച്ച് അത്രേ കഴിഞ്ഞ 1-2 ദിവസങ്ങളായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പുനരുത്ഥാനത്തെക്കുറിച്ച് അത്രേ സംസാരിക്കുന്നത്. ആദ്യം അവൻ സുവിശേഷത്തിൽ പുനരുത്ഥാനത്തിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് സംസാരിച്ചു. തുടർന്ന് അനേകം സാക്ഷികളെ നിരത്തി പൗലോസ് പുനരുത്ഥാനത്തിൻ്റെ തെളിവുകൾ വ്യക്തമാക്കി. അതിനുശേഷം പുനരുത്ഥാനത്തിൻ്റെ സ്വയം പ്രകടനങ്ങളാണ് നാം കണ്ടത്. പിന്നീട് പുനരുത്ഥാനത്തിൻ്റെ കാര്യപരിപാടിയും ശൈലിയും, ഒടുവിലായി പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. 15-ാം അധ്യായത്തിൻ്റെ 51-ാം വാക്യം മുതൽ ഇന്ന് നമുക്ക് പഠിക്കാം. ഇന്നത്തെ പഠനത്തോടുകൂടി നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം പഠിച്ച് തീർക്കാവുന്നതാണ്. 15-ാം അധ്യായത്തിൻ്റെ 51-ാം വാക്യം ശ്രദ്ധിച്ചാട്ട്, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. എന്താണ് ഒരു മർമ്മം? ഇതിനോടകം അനേകം പ്രാവശ്യം നാം ഒരുമിച്ച് ചിന്തിച്ചതാണ്. പഴയ നിയമകാലത്ത് വെളിപ്പെടുത്തിയിട്ടില്ലാത്തതും ഇപ്പോൾ വെളിപ്പെടുത്തുന്നതുമായ ഒരു സത്യം, പ്രത്യേകിച്ചും പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയത്. കണ്ണുകൊണ്ട് കണ്ടിട്ടോ ചെവി കൊണ്ട് കേട്ടിട്ടോ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്ന എന്തെങ്കിലുമല്ല ഇതെന്നോർക്കുക. അതിലുപരി മനുഷ്യൻ ചിന്തിച്ചെടുത്തതെന്തെങ്കിലും അല്ല. ഇതൊരു വസ്തുതയാണ്. ആയത് ദൈവത്താൽ വെളിപ്പെടുത്തേണ്ടതത്രേ. പൗലോസ് ഇവിടെ പറയുവാൻ പോകുന്ന മർമ്മം എന്താണ്? 52-ാം വാക്യം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. നാം എല്ലാവരും മരണവാതിലിൽ കൂടി കടന്നു പോകുകയില്ല, എന്നാൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. താങ്കൾ മരിച്ചാലും മരിച്ചില്ലെങ്കിലും നാം എല്ലാം രൂപാന്തരപ്പെടും. ചിലപ്പോൾ ആളുകൾ പറയുന്നത് കേൾക്കാൻ, കർത്താവിൻ്റെ വരവിങ്കൽ ഞാൻ ജീവനോട് ഇരുന്നിരുന്നെങ്കിൽ എന്നാശിക്കുന്നു എന്ന്. എന്നിട്ട് അവർ നേരെ അവൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ സുഹൃത്തെ, അവൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നാം എല്ലാം രൂപാന്തരപ്പെടണം. രൂപാന്തരപ്പെടാതെ അവനെ കാണുവാൻ സാധ്യമല്ല. കർത്താവ് രണ്ടാമത് വരുമ്പോൾ വിശ്വാസികളിൽ ഒരു ഭാഗം നിദ്ര പ്രാപിച്ചവരും ഒരു ഭാഗം ജീവിച്ചിരിക്കുന്നവരുമായിരിക്കും. ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടും. മാംസരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുന്നത് രൂപാന്തരം വഴിയാണ് എന്ന് തെളിയിക്കുന്നു. കർത്താവ് വരുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ ചേർക്കപ്പെടുമെന്ന് മുൻപ് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് രൂപാന്തരം വഴിയാണെന്ന് ഇവിടെയാണ് തെളിയിക്കുന്നത്. 1 തെസ്സലോനിക്കർ 4:17 നാം കർത്താവ് വരുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ ചേർക്കപ്പെടുമെന്ന് വായിക്കുന്നു. പെട്ടെന്ന് സമയത്തിൻ്റെ ഏറ്റവും ചെറിയ അംശം അല്ലെങ്കിൽ വിഭജിക്കാൻ കഴിയുന്നതിൻ്റെ ഒടുവിലത്തെ ഘടകം എന്ന അർത്ഥത്തിലാണ് ഇവിടെ പെട്ടെന്ന് എന്നുപയോഗിച്ചിരിക്കുന്നത്. നാം രൂപാന്തരപ്പെടുന്നത് കണ്ണിമയ്ക്കുന്നിടയിൽ അത്രേ. അത് എത്ര നേരമെടുക്കും? കണ്ണിമയ്ക്കുന്നത് കൺപോളകൾ താഴോട്ട് പോകുമ്പോഴാണോ മുകളിലോട്ട് പോകുമ്പോഴാണോ? ഞാനിപ്പോൾ കണ്ണ് ഇമച്ചത് നിങ്ങൾ കണ്ടില്ലല്ലോ. പലർക്കും ഇപ്പോഴും പകുതി ഉറക്കത്തിൽ ആയിരിക്കുന്നതിനാൽ കണ്ണ് കാണുവാൻ സാധിക്കുന്നില്ല. തുറന്നിട്ടേ ഇല്ലെന്ന് തോന്നുന്നില്ലേ? ഏതായാലും കണ്ണ് ഇമയ്ക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ് ഒരു ഉപദേശം വേണ്ട. ഇവിടുത്തെ അർത്ഥം ഒറ്റ നിമിഷം കൊണ്ട് അല്ലെങ്കിൽ പൊടുന്നനവേ എന്നൊക്കെയാണ്. ഇതാ അവൻ വരുന്നു, അല്ലെങ്കിൽ അവൻ വന്നു കഴിഞ്ഞു എന്നൊന്നും പറയുവാൻ പോലും സമയം കാണില്ല. അന്ത്യകാഹളത്തിങ്കൽ അതെന്താണ്? അത് അവൻ്റെ ശബ്ദമാകുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയുന്നത്
1-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഈ ശബ്ദം അവൻ്റെ ശബ്ദമാകുന്നു എന്നാണ്. അതുകൊണ്ട് അന്ത്യകാഹളം എന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശബ്ദമാകുന്നു. മനുഷ്യവർഗത്തെ ഒടുവിലായി വിളിക്കുന്ന ആ വിളിയിൽ കർത്താവ് മരിച്ചവരെ ജീവങ്കിലേക്ക് വിളിക്കും. അവൻ പറഞ്ഞത്, ലാസറേ പുറത്തു വരിക എന്നത്രേ. ഒരു ദിവസം അവൻ എൻ്റെ പേരും വിളിച്ച് അങ്ങനെ പറയും. അതെ, താങ്കളെയും പേര് വിളിച്ച് അവൻ കൂട്ടിച്ചേർക്കും. വിശ്വാസികളെ ചേർക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നതെന്ന് ഓർക്കണം. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. 53-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഇത് തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. നാം ഇപ്പോൾ ആയിരിക്കുന്നത് പോലെ നമുക്ക് സ്വർഗത്തിൽ പോകുവാൻ സാധ്യമല്ല. നമുക്കുള്ള പഴയ ശരീരത്തോടെ നമുക്ക് സ്വർഗത്തിൽ പോകുവാൻ സാധ്യമല്ല. അവിടെ വാസ്തവത്തിൽ എന്താണ് ഉള്ളതെന്ന് കാണുവാനും അവിടുത്തെ സംഗീതവും ഒന്നും നമുക്ക് കേൾക്കുവാനും സാധ്യമല്ല. നമ്മുടെ ശരീരങ്ങൾ വളരെയേറെ പരിമിതികളുള്ളതാണ്. സ്വർഗത്തെ സംബന്ധിച്ചിടത്തോളം നാം മിക്കവാറും ചെകിടന്മാരും അന്ധന്മാരുമാണ്. ഈ ഭൂമിയിലെ കാര്യങ്ങളാണെങ്കിൽ പോലും നാം എത്ര കുറച്ചാണ് കാണുന്നതും കേൾക്കുന്നതും. ഈ പഴയ ശരീരവുമായി അഥവാ നാം സ്വർഗത്തിൽ ചെന്നാൽ അവിടെ നടക്കുന്നതിൻ്റെ ഭൂരിഭാഗവും നമുക്ക് മനസ്സിലാകില്ല എന്നോർക്കണം. എന്നാൽ സുഹൃത്തെ, എൻ്റെ കാര്യം പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഒന്നും തന്നെ നഷ്ടപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ശരീരം കൊണ്ടുപോയാൽ അത് ഓർക്കുവാൻ കൂടി വയ്യ. അല്ല, ഈ ശരീരം കൊണ്ട് ഇവിടെ എവിടെയെങ്കിലും പോയാൽ തന്നെ നമുക്ക് ആസ്വദിക്കുവാൻ കഴിയാത്ത എത്രയെത്ര കാര്യങ്ങളുണ്ടല്ലേ. ഒരു സദ്യയ്ക്ക് പോയാൽ ഇന്ന് ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാണ് വർജിക്കേണ്ടത്. ചിലർക്ക് മധുരം വേണ്ട, പിന്നെ കുറേ പേർക്ക് എണ്ണ വേണ്ട, ഉപ്പ് വേണ്ടാത്ത വേറൊരു വിഭാഗം, എരി വേണ്ടാത്തവരും ധാരാളം, ഇറച്ചി കഴിക്കാത്തവർ ഒരു കോണിൽ, മീൻ കഴിക്കാത്തവർ വേറൊരു കോണിൽ. എന്നാൽ ആ നിത്യതയിൽ ചെല്ലുമ്പോൾ എനിക്കായി ഒരുക്കിയിരിക്കുന്ന ഒരനുഗ്രഹവും നഷ്ടപ്പെടുത്തുവാൻ എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് എനിക്കൊരു പുതിയ ശരീരം ആവശ്യമാണ്. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. അതെ, സകല വേദനകളും വൈകല്യങ്ങളും നീങ്ങിയ അവസ്ഥ, പാപമയമായ ഈ ശരീരത്തിൽ നിന്നും വിടുതൽ ലഭിച്ച അവസ്ഥ. 54-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഇതത്രേ പുനരുത്ഥാനത്തിൻ്റെ വിജയം. എബ്രായ ഭാഷയിൽ സദാകാലത്തേക്കും വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 55 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, 57 വരെ ഞാൻ വായിക്കാം. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എത്ര മഹത്വകരമായ, എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമല്ലേ. മരണത്തിന് അതിൻ്റെ വിഷമുള്ള നഷ്ടപ്പെട്ടു. കാരണം നാം മരണത്തിനപ്പുറം നോക്കേണ്ടവരാണ്. നിത്യതയുടെ വിശാലമായ ഭാഗങ്ങൾ തുറന്നു കാട്ടുന്ന ഒരു വാതിൽ മാത്രമാണ് മരണം. മരണത്തെ വെല്ലുവിളിക്കുകയാണ് അപ്പോസ്തലനായ പൗലോസ്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ശവക്കുഴി വിജയിക്കുമെന്ന് തോന്നാം. വളരെയേറെ മിടുക്കന്മാരായിരുന്ന എല്ലാ രംഗത്തും വിജയിച്ചിരുന്ന അനേകരും മരണത്തോട് തോൽവി സമ്മതിച്ചു. മരണം അവരെ കീഴടക്കി. എത്രയെത്ര രാഷ്ട്രീയ നേതാക്കന്മാർ, ലോകത്തെ കിടുകിട വിറപ്പിച്ചവർ ഒടുവിൽ വിറച്ചുകൊണ്ട് മരണത്തോട് തോൽവി സമ്മതിച്ച് കീഴടങ്ങി. അവർ ഉയരങ്ങളിലേക്ക് കയറിയതാണ്, കുതിച്ചു കയറിയതാണ്. എന്നാൽ മരണം അവരുടെ മേൽ നടന്നു കയറി വിജയം അവകാശപ്പെട്ടു. മരണം ഭയാനകമായൊരു രാക്ഷസനാണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വാദിയും പറഞ്ഞ് രക്ഷപ്പെടുക സാധ്യമല്ല. എന്നാൽ ക്രിസ്തു ആ വഴിയായി നടന്നു വന്നവനാണ്, മരണം വഴിയായി. നിയമപ്പെട്ടകം യോർദാൻ നദിയിലൂടെ മറുകരയിലേക്ക് കൊണ്ടുപോയതുപോലെ ക്രിസ്തു മരണ ജലത്തിലൂടെ എനിക്ക് വേണ്ടി നടന്ന് മറുകര കയറിയവനാണ്. അവൻ എന്നോട് പറയുന്നത്, ഞാൻ നിൻ്റെ ഇടയനാക്കുന്നു. ഈ ജീവിതത്തിലൂടെ മാത്രമല്ല ഞാൻ നിന്നെ നയിക്കുന്നതെന്ന് ഓർക്കണം. പിന്നെയോ ഞാൻ നിന്നെ മരണത്തിൻ്റെ ആഴിയിലൂടെയും നയിക്കുവാൻ പോവുകയാണ്. അങ്ങനെ നിന്നെ ഞാൻ നിത്യതയിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ഒരു ചെറിയ കുട്ടിയെപ്പോലെ ഞാൻ ആകെ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. എന്നാൽ ഞാൻ എൻ്റെ കരങ്ങൾ അവൻ്റെ തുളയ്ക്കപ്പെട്ട കരങ്ങളിലേക്ക് വെക്കും. അവൻ എൻ്റെ കരം പിടിച്ച് എന്നെ മറുകരയെത്തിക്കും. ഹേ മരണമേ, നിൻ്റെ ജയം എവിടെ? ഒരു ദൈവ പൈതൽ ഒരിക്കലും മരണത്തെ ഭയപ്പെടേണ്ടതില്ല. മരണത്തിന് നമ്മോട് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. നമ്മോട് കൂടെയുള്ളവൻ ശക്തനാണ്. അവൻ്റെ കരങ്ങളിൽ നിന്നും നമ്മെ പിടിച്ചു പറിക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. മരണത്തിൻ്റെ വിഷമുള്ള പാപമെന്ന് നാം വായിച്ചു. അതെ, വാസ്തവത്തിൽ കുത്തുവാൻ മുള്ളുകൊണ്ട് നടക്കുന്നത് പാപമാകുന്നു.
പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. നാം പാപികളാണെന്ന് നമ്മെ കാണിക്കുന്നത് ന്യായപ്രമാണമാകുന്ന കണ്ണാടിയത്രേ. എന്നിട്ട് പൗലോസ് പറയുകയാണ്, എന്നാൽ നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എങ്ങനെ? അതെ, നാം മിടുക്കരായതിനാൽ, നാം കൗശലക്കാരായതിനാൽ, കഴിവുള്ളവരായതിനാൽ, അങ്ങനെയായിരുന്നെങ്കിൽ നാം ഒന്നും കാണുകയില്ലായിരുന്നു സുഹൃത്തെ. ഇവിടെ വിജയം കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്. അവർ കുഞ്ഞാടിൻ്റെ രക്തത്താൽ സാത്താനെ വിജയിച്ചവരാകുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 12 അധ്യായത്തിൻ്റെ 11 വാക്യത്തിൽ നാം കാണുന്നു. അതെ, വിജയിക്കുവാനുള്ള ഒരേ ഒരു മാർഗം അത് മാത്രമാണ്. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ വിജയം സാധ്യമല്ല. ഒടുവിലത്തെ വാക്യം നോക്കിക്കാട്ടെ, 58 വാക്യം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കിയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. ഈ വാക്യം 1 അധ്യായത്തിൻ്റെ 9 വാക്യത്തിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതോർക്കുന്നുണ്ടോ? തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. എന്നെ അവൻ്റെ പുത്രൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുകയാണ്. സകലവും നമുക്കുള്ളതെന്ന് പൗലോസ് ഈ ലേഖനത്തിൽ നമ്മോട് പറഞ്ഞതാണ്. പൗലോസും കേഫാവും അപ്പൊല്ലോസും ലോകവും ജീവനും മരണവും ഇപ്പോഴുള്ളതും വരുവാനുള്ളതും എല്ലാം നമ്മുടേത്. നാം ക്രിസ്തുവിനുള്ളവരും. ജീവിതം നമുക്കുള്ളതാണ്. അതെ, ജീവിതം എനിക്ക് ആസ്വദിക്കണം. മരണം നമുക്കുള്ളതാണ്. മരണത്തെ ജയിച്ച ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നാം ഇതിലെല്ലാം പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഉപസംഹാരമില്ലേ? നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞു നാം ചെയ്യുന്നത്, അതെ, കർത്താവിൽ നാം ചെയ്യുന്നത് ഒന്നും വ്യർത്ഥമല്ല. അതിനൊക്കെ പ്രതിഫലമുണ്ട്. ഒരുപക്ഷെ ലോകം നോക്കുമ്പോൾ മരണം ചില വിശുദ്ധന്മാരെ കീഴടക്കിയെന്ന് വന്നേക്കാം. ലോകം നോക്കുമ്പോൾ ചില വൈകല്യങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട്, ചില ജീവിതത്തിൻ്റെതായ പരിമിതികളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് നാം കഴിവില്ലാത്തവരെന്ന് ലോകം ചിന്തിച്ചേക്കാം. എന്നാൽ ദൈവവചനം പറയുന്നു, അല്ല, നാം വളരെയധികം ശക്തരാകുന്നു. മരണത്തെപ്പോലും വെല്ലുവിളിക്കുവാൻ ശക്തരാണെന്ന്. ഈ 15 അധ്യായത്തിൻ്റെ ഉപസംഹാരം എത്ര മനോഹരമാണല്ലേ?